സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഇന്ന് വായിക്കുന്ന തിരുവചനം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 1 25-26 വാക്യങ്ങളിൽ. ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 15 മുതൽ 26 വരെ നാം വായിച്ചാൽ യേശു കർത്താവിൻ്റെ മരണ, പുനരുത്ഥാന, സ്വർഗാരോഹണത്തിന് ശേഷം സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ആ നാളുകളിൽ അവരെല്ലാവരും ഏകദേശം ഒരു 120 പേർ ക്രിസ്തു ശിഷ്യരായി, അഥവാ 11 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തവരും ക്രിസ്തുവിൽ വിശ്വസിച്ച ആദ്യ വിശ്വാസികളെല്ലാവരും ചേർന്ന് ഒരു 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യ നിന്നുകൊണ്ട് പത്രോസ് ഇപ്രകാരം പറയുവാനിടയായി: യേശുവിനെ കാട്ടിക്കൊടുത്ത യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനം, ആ സ്ഥാനത്ത് മറ്റൊരാളെ എടുക്കേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തൻ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു എന്നുള്ള വചനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം കേട്ട എല്ലാവരും ഏക മനസ്സോടെ ഒരു തീരുമാനത്തിൽ വന്നു. അതെ, ഇസ്കരിയോത്ത യൂദ ഒഴിഞ്ഞുപോയ ആ അപ്പോസ്തലത്വം, ആ ശിഷ്യത്വം മറ്റൊരാൾക്ക് കൊടുക്കണം. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തുകയും കൂടിയിരുന്ന എല്ലാവരും 2 പേരെ നിർദ്ദേശിക്കുകയും ചെയ്തു. ഒന്ന് ബർശബ എന്ന യോസേഫായിരുന്നു, മറ്റൊരാൾ മത്തിയാസായിരുന്നു. ഈ 2 പേരുകാരെ തിരഞ്ഞെടുത്ത ശേഷം അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ വാസസ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് അവർ പ്രാർത്ഥിക്കുവാനിടയായി. ശേഷം അവർ യോസേഫിൻ്റെയും മത്തിയാസിൻ്റെയും പേർക്ക് ചീട്ടിട്ടു. ആ നറുക്കെടുപ്പിൽ മത്തിയാസ് വിജയിയായി തീരുകയും 12 അപ്പോസ്തലന്മാരിൽ ഇസ്കരിയോത്ത യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനം മത്തിയാസിന് ലഭിക്കുകയും ചെയ്തു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൈവിക ശുശ്രൂഷയ്ക്ക് ഒരിക്കലും മുടക്കം വരാനായിട്ട് പാടില്ല. ദൈവമാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക്, അഥവാ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക്, സുവിശേഷ പ്രചാരണ മിഷണറി പ്രവർത്തനങ്ങൾക്ക്, ഇങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ടും ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്കും ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ദൈവം യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരുവൻ ആ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അയോഗ്യനായി തീർന്നപ്പോൾ, അഥവാ ഇസ്കരിയോത്ത യൂദ അയോഗ്യനായി തീർന്നപ്പോൾ ആ കുറവ് നികത്തുന്നതാണ് നാം കാണുന്നത്. ദൈവിക ശുശ്രൂഷയ്ക്ക്
ഇന്നും എവിടെയെല്ലാം കുറവുകളുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിന് ഒരാളുടെ കുറവ് ഉണ്ട് എന്ന് കണ്ട അപ്പോസ്തലന്മാർ ആ കുറവ് നികത്തുകയാണ്. ഇന്നും ദൈവിക ശുശ്രൂഷയിൽ, അത് മിഷൻ ഫീൽഡിലാകട്ടെ, സഭകളിലാകട്ടെ, സംഘടനകളിലാകട്ടെ, എല്ലാ തലങ്ങളിലും ഭാരത സുവിശേഷീകരണത്തിന്, ലോക സുവിശേഷീകരണത്തിന് എന്തെല്ലാം കുറവുണ്ട് എന്ന് ഒരു നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ആ നിരീക്ഷണത്തിൽ കണ്ടെത്തുന്ന കുറവുകൾ പരിഹരിക്കുകയും വേണം. ആമേൻ, ആമേൻ. मन